ഹായ്. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ 6 മണിക്ക് അലാറൊക്കെ വെച്ച് നീക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിചാരിക്കില്ല എണീറ്റ്, പക്ഷേ എൻ്റെ കൂടെ അജിനും കൂടി നീറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണീറ്റതിന് ശേഷം അവനെ താഴത്ത് കിടക്കി എടുത്തിട്ട് ഞാൻ പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണർത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ നീറ്റതിൻ്റെ ഒപ്പം തന്നെ ആൾ നീറ്റ്. ഞാൻ അവൻ്റെ അടുത്ത് താഴത്ത് കിടത്താൻ നോക്കിയതാണ്. താഴത്ത് കിടത്തിയപ്പോൾ പിന്നെ ഞാനില്ല എന്ന് കണ്ടപ്പോൾ അവൻ നീറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാനാണെങ്കിൽ തലേ ദിവസം അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് അജിനുവിനെ അവിടെ കിടത്തി ഉറക്കുക. അതാകുമ്പോൾ പിന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേന് ഉണർന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അവനെ തന്നെ നോക്കേണ്ടി വരും, ഒന്നിനും സമ്മതിക്കൂല. അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷെ അതൊക്കെ കൊളാക്കി. അവൻ എൻ്റെ കൂടെ എണീറ്റ് പോകും. ഞാൻ ഇല്ലെങ്കിൽ അവൻ കിടക്കലില്ല. അവൻ ഇടയ്ക്ക് കണ്ണോട്ട് നോക്കും അടുത്ത ആളുണ്ടോയെന്ന്. ഞാൻ എന്നെ വേണമെന്നില്ല, ആരെങ്കിലുമൊക്കെ അടുത്ത് കിടന്നാൽ മതി. പേടിയാന്ന് തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ അവനെ മെല്ലെ എടുത്ത് താഴത്തേക്ക് എത്തി, എന്നിട്ട് മെല്ലെ അവനെ ഉറക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഞാൻ പോയ പാടെ ആളെണീറ്റ്. അതങ്ങനെയല്ലേ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടല്ലേ നടക്കുള്ളൂ. പിന്നെ അവൻ എൻ്റെ ഒപ്പം തന്നെ നീറ്റ്. അപ്പോൾ ഇന്നത്തെ കാര്യമൊക്കെ തീരുമാനമായി. അപ്പോൾ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചൊക്കെ നേരം വൈകും. അങ്ങനെ ഞാൻ തലേ ദിവസം അവൻ ഉറങ്ങിയതിന് ശേഷം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇട്ടതാണ്. അതാണ് അങ്ങനെ ഇരിക്കണത്. വേറെ ആരും ഇല്ലല്ലോ ഇട്ടുതരാൻ. അതുകൊണ്ട് തന്നെ അവൻ രാത്രി കിടക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടുനോക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട്. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പൂവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പൂവൊക്കെ അറിയാം, പൂവ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട്. ആൾ കുറേ നേരം കൈ നോക്കിയിരുന്നു. കൈ എനിക്ക് എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നോക്കാൻ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ തീരെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ മെല്ലെ നോക്കുമ്പോണ്ട് ആളെ കൈ നോക്കുന്നു. ഓൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അതുപോലെയാണ്. അപ്പം അങ്ങനെ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അടിച്ചൊരിത്തൊക്കെ എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പരിപാടികളൊക്കെ തന്നെ. ഫുഡ് പിന്നെ ഉമ്മയാണ് ഉണ്ടാക്കുക. ഉമ്മയാണ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോഴേക്കും ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഉമ്മ പിന്നെ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അടിച്ചു വരുമ്പോൾ അജിനും എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷൂ ഇട്ടോട്ടെ, എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങും. പിന്നെ ഓനെ നോക്കിയിരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. നേരത്തെ പരിപാടികളൊക്കെ കഴിക്കണ്ടേ, പെരുന്നാളൊക്കെ അല്ലേ. അല്ലെങ്കിൽ പിന്നെ നേരം വൈകിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഓനെ ഷൂ ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇറക്കി. അധികം കറക്റ്റായിട്ട് നടക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് നേരം നടക്കും. എന്നിട്ട് ചിലപ്പോൾ വീഴും. അപ്പം ഞാൻ വീണ്ടും നീപ്പിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും നടക്കും. അങ്ങനെ നടക്കും. പിന്നെ മെറ്റലായതുകൊണ്ട് മെറ്റലിരുന്ന് വാരും. എന്ത് ചെയ്യാനാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പണി. തീരെ അങ്ങോട്ട് സമ്മതിക്കൂല. നമ്മൾ കുറേ മെനക്കെട്ടാലാണ് എന്തെങ്കിലും കുറേ നേരം ഇരിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ. അതാണ് ഞാൻ നീക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പരിപാടിയും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അതിനാണെങ്കിൽ അവൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ നീക്കണം, എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ നീറ്റ് പോകുന്നില്ലേ. പിന്നെ ഓൻ്റെ കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എല്ലാം നേരം വൈകും. എല്ലാ കാര്യങ്ങളും നേരം വൈകും. അങ്ങനെ അടിച്ചോരലും തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരുമ്പാനുണ്ട്. ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ 8:30-9 മണിയൊക്കെ അയക്കണേ. പക്ഷെ രാവിലെ നേരത്തെ നീറ്റുകൊണ്ട് തന്നെ അതിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ ഉറക്കി. പിന്നെ അവനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മതി. പിന്നെ ഒന്ന് നേരത്തെ നീറ്റ് കാരണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. അല്ലാത്ത സമയത്ത് ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. സാധാരണ ഒരു 8:30-9 മണിക്കൊക്കെ നീക്കില്ലേ. അപ്പം ഇന്ന് നേരത്തെ നീറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഉറക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് വന്നപ്പോഴും അവനെ എണീറ്റിട്ടില്ല. അത് പിന്നെ കുളിച്ചിട്ട് വരാൻ വിചാരിച്ച്. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴും അജിനെ എണീറ്റിട്ടില്ല. പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അവൻ ഉറങ്ങായതുകൊണ്ട് ആദ്യം തന്നെ കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ പിന്നെ ചായയൊക്കെ കുടിച്ച് രാവിലെ ചായയൊക്കെ പത്തിരിയിരുന്നു. പത്തിരിയൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്ക് നമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അതിൻ്റെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സവാള അരിയാൻ വേണ്ടി. ഞാൻ തലേദിവസം രാത്രി തന്നെ ഉമ്മാക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും തലേദിവസം നേരത്തെ അരിഞ്ഞ് വെക്കുന്നത്. പിന്നെ രാവിലെ വേഗം വേറെ പരിപാടി നോക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ സലാഡിനുള്ള അരിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതിന് നീക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ. അതിന് നീറ്റ് ഒന്നിനും സമ്മതിക്കൂല. പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് കസിൻസൊക്കെ വീട്ടിലേക്ക് വരും. എല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ അവർക്ക് കൊടുക്കാനാണ്.
ലസ്താൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ളതൊക്കെ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ പോകും, ഞങ്ങളും പോകും അവരെ കൂടെ. അപ്പോൾ അവർ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പിന്നെ അവരെ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ അതിന് നീക്കുമ്പോഴത്തേക്ക് പിന്നെ മാറ്റാന്ന് വിചാരിച്ചാൽ അത് ഞാൻ ലൈറ്റ് ഇടുമ്പോൾ ഞാൻ എണീക്കൂലെന്നിച്ചിട്ട് ലൈറ്റ് ഇട്ടത്. എണീറ്റാലും കുഴപ്പമില്ല, പിന്നെ അവനെ കുളിപ്പിച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ, ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ. രാവിലെ നേരത്തെ ചായ കുടിച്ചതല്ലേ, അതുകൊണ്ട് അത് പിന്നെ ലൈറ്റ് ഇട്ടപ്പോഴും അവൻ എണീക്കുന്നൊന്നുമില്ല. താഴെ അവൻ കിടക്കുന്നുണ്ട്, ഞാനിടയ്ക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവൻ എണീക്കണമൊന്നുമില്ല, അവൻ ഉറങ്ങിയിരുന്നു. അപ്പം മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പെരുന്നാൾ ഡ്രസ്സ് ഇതല്ല, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കസിൻസിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോഴേ മാറ്റുള്ളൂ. അപ്പോഴാണെങ്കിൽ ലസ്ക വിളിച്ച് ആ ബെല്ല് കേട്ടപ്പോൾ തന്നെ അവൻ എണീറ്റ്. പിന്നെ അവനെ കുളിപ്പിക്കണം. അതാണ് ഞാൻ പിന്നെ ആദ്യം തന്നെ ഡ്രസ്സ് മാറ്റാണ്ട് ആ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നത്. അവനെ കുളിപ്പിക്കും, ഫുഡ് കൊടുക്കുകയൊക്കെ വേണ്ടേ. അവനെ കുളിപ്പിച്ച് മാറ്റാൻ തന്നെ കുറേ ടൈം വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവനങ്ങനെ ഒതുങ്ങിയിരിക്കില്ലല്ലോ, അവനക്ക് അവൻ്റെ ഇഷ്ടത്തിന് നടക്കണം. ഇതാകുമ്പോൾ ഞാൻ ക്രീം തേച്ചരാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കെടുത്തുന്നതാണ്. ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കൂല. ഇതിപ്പോൾ കയ്യിലെന്തെങ്കിലും കൊടുക്കണം, കയ്യിലെന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയാൽ ചിലപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കും. ചില സമയത്ത് അതൊന്നും പറ്റില്ല, അതൊക്കെ കണ്ടെടുത്ത് എറിയും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം, നമ്മളെ കൈ തട്ടിയിടും. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ. കുട്ടികൾ ആവണേനും മുന്നേ പോലല്ലല്ലോ പിന്നെ അതിന് ശേഷം. മുന്നേ എൻ്റെ വീട്ടിലായിരുന്ന സമയത്തൊക്കെ ഞാൻ എണീറ്റ് നമ്മളെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ കുളിച്ച് മാറ്റി, അതായത് പള്ളിയിൽ നിന്ന് അവർ നിസ്കരിച്ച് വരുമ്പോഴത്തേക്കും നമ്മളോട് മാറ്റി റെഡി ആയിട്ടുണ്ടാവും, എന്നാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഇപ്പോഴും ഏകദേശം ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് കഴിഞ്ഞിരിക്കണ്. പക്ഷെ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ, അവൻ്റെ ഫുഡ് കൊടുക്കില്ല, അത് ഇതൊക്കെ നോക്കണ്ടേ. അപ്പോൾ പിന്നെ ഓനെ വേഗം മാറ്റി കൊടുക്കണം. മറ്റവർ വരുമ്പോഴത്തേന് കസിൻസൊക്കെ വരുമല്ലോ, അവർ വരുമ്പോൾ അവരുടെ കൂടെ പോകണമല്ലോ. അപ്പോൾ അപ്പത്തിന് മാറ്റിയിട്ട് 2 ഫോട്ടോ എടുക്കുക. ഇതല്ല അവൻ്റെ ഡ്രസ്സും, ഇതല്ല അവൻ്റെ പെരുന്നാൾ ഡ്രസ്സും വേറെയാണ്. അവർക്ക് പിന്നെ പെരുന്നാൾക്ക് ഞാൻ 3-4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 ആദ്യത്തെ മാറ്റൽ കഴിഞ്ഞു. പിന്നെ അവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് അവരുടെ അടുത്ത് പോകണം. അവരെ കണ്ട സന്തോഷമുണ്ട്. ഈശനൊക്കെ കാണുക, ഈശനും മമ്മൂനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ അവിടെ കുട്ടികൾ വന്നപ്പോഴും ഭയങ്കര ഇഷ്ടമായിന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കസിൻസൊക്കെ വരുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് അപ്പത്തിന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അജിനുവിനെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അജിനുവിനെ പിന്നെ അവർ വന്നതിന് ശേഷം മാറ്റിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ 2 കൂടി അവരുടെ കൂടെ പോയി. ഞങ്ങളിങ്ങനെ അവിടെ അടുത്തൊക്കെ നമ്മുടെ കുടുംബക്കാർ തന്നെ, അവരൊക്കെ വീട്ടിലേക്ക് പോകും. അന്ന് പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും ആദ്യം അവർ താഴത്തുനിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ പോകും. അങ്ങനെയാണ് എല്ലായിടത്തേക്കും പോകും. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും പോകും. ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേന് തന്നെ തിരിച്ച് 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലേക്ക് എത്തും. അജിനുവാണെങ്കിൽ ഇവരുടെ അടുത്ത് കാലത്തൊക്കെ അങ്ങനെ പോയിരുന്നില്ല. എന്നിട്ട് ഇവരിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കിടക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയും ചെയ്യും. അങ്ങനെ അധികം പരിചയമില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിന് പോവുകയാണ്. ഇങ്ങനെ വന്ന് ഇവനെ നോക്കാനോ എല്ലാം ടൈം കിട്ടുന്നില്ലല്ലോ. പിന്നെ ഞാനവിടെ കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് തന്നെ അവിടെ ഉള്ളവരൊക്കെ മറന്നിട്ടുണ്ടാവും. വീട്ടിലുള്ളവരെ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എല്ലായിടത്തേക്കും പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തി. അപ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഞാൻ അവനെ ഉറക്കാൻ നോക്കി, ഉറങ്ങിയില്ല. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചു. 1 മണിയായല്ലോ. അപ്പം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഉപ്പാട് വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുമ്പോഴേക്ക് മാറ്റി നിൽക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അസിനുവിനായിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു, നോക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലെത്തിയിട്ട് നോക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ ഇപ്പോൾ വിളിക്കണേ, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ വിളിക്കാൻ വരും എടുക്കാനിട്ട്. അതിന് ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റേ നമ്മൾ മുന്നേ വീട്ടിലേക്ക് വരുമ്പോൾ നേരത്തെ ആക്കി വെക്കുമല്ലോ, ഞാനൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കണ്ടേ. പിന്നെ എൻ്റെ ഡ്രസ്സിനേക്കാളും കൂടുതൽ അജിനുവിൻ്റെ ഡ്രസ്സാണ്, അജിനുവിൻ്റെ സാധനങ്ങളാണ്. ഞാൻ മുന്നൊന്നും വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല. അനിയത്തിക്കും എനിക്കും ഏകദേശം ഒരേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ അവളെ എടുത്തിട്ടാലും കുഴപ്പമില്ലല്ലോ. ഞാൻ അധികം ഡ്രസ്സൊന്നും കൊണ്ടുവരലില്ല. ഇപ്പം അജിനുവിൻ്റെ തന്നെ ഉണ്ടാവും ഒരു ലോഡ്. അപ്പോൾ ഇപ്പോൾ കുറേ സാധനങ്ങൾ വേണം, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് വരണ്ടേ. അപ്പം അപ്പം വിളിച്ചിട്ട് വേഗം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒക്കെ ആക്കി കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒക്കെ സെറ്റാക്കുമ്പോൾ തന്നെ ഇപ്പോൾ വിളിക്കാൻ വന്നിരിക്കുന്നു. അപ്പം തന്നെ നമ്മൾ അജിനുവിനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൂ ഒക്കെ ഇട്ടിട്ട് അല്ലേ, സുന്ദരനായില്ലേ. ഇതാണ് അജിനുവിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തത്. അത് പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാറ്റാൻ വിചാരിച്ച്. ഇതിപ്പോൾ അതിൻ്റെ പപ്പാനെ കണ്ട സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം ഫിദുവിന് ഫോട്ടോ എടുക്കാൻ പോകാനെന്നും പറഞ്ഞിട്ട് ഫിദു വിളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം പോകുന്നു. പിന്നെ ഇപ്പാക്ക് എവിടെക്കോ പോകാണ്ടായിരുന്നു, അതുകൊണ്ട്
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് ദിവസം ഇവിടെ ഇരിക്കും. അപ്പോൾ ഉമ്മയും ഫിദും എല്ലാവരും കാത്തിരിക്കണ്ടായിരുന്നു. ഇന്നല്ല അസിനുവിനെ, നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ഫിദ് പറഞ്ഞ് പോവാ. ഫിദ് മാറ്റിയിട്ടും ഫോട്ടോസ് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വന്നതിന് ശേഷം ഇവിടെ മാറ്റിയതും അപ്പം ഇനി ഫോട്ടോ എടുക്കാൻ നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് ചിന്നു പറഞ്ഞ് ചിന്നുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവർക്ക് പോവാം ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനെടുത്തില്ല. പിന്നെ അവരായിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചിന്നു വരുന്നവരെ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന വീട്. ഞാൻ പിന്നെ ഓൾറെഡി അവിടെ നിന്ന് തന്നെ നിലസ്കാൻ്റെ വീടുണ്ട്, അവിടെ നിന്ന് കസിൻസിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത കാരണം പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്ന് അസിനുവിനെ ഞാൻ കുറേ ഉറക്കാൻ നോക്കി. അത് ഉറങ്ങുന്നില്ല, അത് രാവിലെ ഉറങ്ങിയതാണ്, പിന്നെ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ പിന്നെ അവൻ അവിടെ നടക്കട്ടെ വിചാരിച്ച് ഷൂ അതിനാണല്ലോ ഇട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതും പറഞ്ഞ് നമുക്ക് നമ്മളുടെ വീട്ടിൽ പോവാം. ചിന്നു പിന്നെ അങ്ങനെ വീട്ടിൽ വന്നോളും. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി നമ്മളുടെ വീട്ടിൽ പോയി മക്കൾസിനൊക്കെ ഒന്ന് കാണണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത്. സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മാറ്റിയിട്ട് ഇപ്പം ഫിദൂനി മക്കളിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരും, ലസ്കാൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷെ അന്ന് ഇപ്പം എന്നെ വിളിക്കാൻ വരുന്ന കാരണം വന്നിട്ടില്ല. ഇപ്പം അത് വേറെ പരിപാടി ഉള്ള കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നപ്പോൾ ഇശമോൾ ഉറങ്ങിയിരിക്കണം, പിന്നെ മൊമ്മു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊമ്മൂനായിട്ട് കളിച്ച് പിന്നെ ഓൾ ഉറങ്ങി എണീക്കുന്ന വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഓളെ എണീറ്റിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ അലമുണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. കുറച്ച് കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഇവളും അതിനും കൂടി ഭയങ്കര കമ്പനിയാണ്. പിന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അവൻ രാവിലെ ഉറങ്ങിയതല്ലേ, പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വണ്ടിമേൽ നിന്നിട്ട് തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം മഗ്‌രിബായിട്ടൊക്കെ ഉണ്ട്, മഗ്‌രിബാവാനായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.